ഗുരുദേവന് വേണ്ടി ശ്രദ്ധാഞ്ജലിയായി സമർപ്പണമായി നാം എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാധനയല്ലാതെ മറ്റൊന്നുമല്ല. ഭഗവാൻ ശ്രീരാമൻ രാജ്യം നേടിയതും രാജ്യാഭിഷേകം നടത്തിയതും പിതാവായ ദശരഥൻ അദ്ദേഹത്തിനായി കരുതി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ടല്ല. രാമൻ അയോധ്യാപതി എന്ന നിലയിലല്ല, മറിച്ച് മര്യാദാ പുരുഷോത്തമൻ എന്ന നിലയിലാണ് ഓർക്കപ്പെടുന്നത്. അഥർവന്റെ പുത്രനായ ദധീചി തന്റെ തപശ്ചര്യയാലാണ് ഓർക്കപ്പെടുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അടുത്ത വർഷം 2026 കടന്നു വരുന്നത് നമ്മെ ചിലതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഗുരുദേവൻ ഏത് സാധനയുടെ അടിസ്ഥാനത്തിലാണോ ഈ മഹാപ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത്, അതേ സാധനയുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് അടുത്ത 24 വർഷത്തെ പ്രസ്ഥാനത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ. അത് നാം ഓരോരുത്തരുടെയും സാധനയുടെ പരിണാമമായിരിക്കും. സംഘോ ശക്തി കലിയുഗേ. ശാസ്ത്രം പറയുന്നു ഈ യുഗത്തിലെ ഏറ്റവും വലിയ ശക്തി സംഘശക്തിയാണെന്ന്. ദേവാസുര യുദ്ധത്തിൽ ദേവന്മാർ ജയിച്ചത് ബ്രഹ്മാവ് എല്ലാ ദേവീദേവന്മാരുടെയും അംശത്തിൽ നിന്ന് മഹാദുർഗയെ സൃഷ്ടിച്ചതുകൊണ്ടാണ്. ഋഷിമാരുടെ രക്തമൊഴുകിയപ്പോഴാണ് സീതാദേവി ജനിച്ചത്. ഇന്നു നാം ഗായത്രി മാതാവിന് വേണ്ടി നടത്തുന്ന തപസ്യയുടെ പ്രാണാഹുതികളിൽ നിന്ന് മാത്രമേ പ്രജ്ഞാവതാരം സംഭവിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, ആത്യന്തികമായി നിങ്ങൾ ഇത് മാത്രം ഓർക്കൂ, 2026 എന്ന അടുത്ത വർഷം സൗഭാഗ്യങ്ങളുടെയും സങ്കല്പങ്ങളുടെയും വർഷമാണ്. നാം ഓർത്തുവെക്കേണ്ടതെന്നാൽ അങ്ങേയറ്റം ശോഭനീയമായ ഉപഹാരങ്ങളാണ് വന്ദനീയ മാതാജിക്കും പൂജ്യ ഗുരുദേവനുമായി നാം കരുതി വെക്കേണ്ടത് എന്നതാണ്.